ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. സ്ത്രീകളിൽ മാസമുറ അല്ലെങ്കിൽ പീരീഡ്സ് വരുന്ന സമയത്ത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അത് നമുക്ക് എങ്ങനെയൊക്കെ തരണം ചെയ്യാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ പീരീഡ്സ് തുടങ്ങുന്നത് ഏകദേശം 10 മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് നമുക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കുഞ്ഞ് പ്യൂബേർട്ടി എത്തുന്നത്. അവിടുന്ന് തുടങ്ങി പിന്നെ നമുക്ക് 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെ, അതായത് മെനപ്പോസിന്റെ കാലഘട്ടം വരെയും ഈ ഒരു പീരീഡ്സ് എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതായത് മെൻസസ് എല്ലാ മാസവും മെൻസസ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ശാരീരികമായും മാനസികമായും അവരെന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് നോക്കാം. ആദ്യകാലങ്ങളിൽ, അതായത് കുഞ്ഞുങ്ങളിൽ പ്യൂബേർട്ടി എത്തുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ അതിനെ എതിരേൽക്കുന്നത്. കാരണം നമുക്ക് പ്യൂബേർട്ടി എത്തുമ്പോഴാണ് അവർ വലിയ കുട്ടികളാവുന്നത്. അത് മാത്രമല്ല നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടി നമുക്ക് എല്ലാം ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതൊരു വളരെ സന്തോഷത്തോടെയാണ് ഇതെല്ലാം എതിരേൽക്കുന്നത് കുഞ്ഞുങ്ങളിൽ. അവർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കുറവാണ്. പീരീഡ്സ് വരുന്നതിൻ്റെ ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളും കേസസും ആ പ്രായക്കാരിൽ കുറവാണ്. എങ്കിലും അത് കഴിഞ്ഞ് ഒരു 30 മുതൽ 45 വയസ്സുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം ഈ പീരീഡ്സിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള റീസൺസ് ഒന്നും പറയുന്നില്ല. ആക്ച്വലി അതിനൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ സമയത്താണ് സ്ത്രീകളിൽ മൾട്ടി ടാസ്കിങ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്, അല്ലെ? കുട്ടികളുണ്ട്, അവരെ നോക്കണം, പിന്നെ അവരുടെ ജോലി, എല്ലാ കാര്യങ്ങളും ഏറ്റവും സ്ട്രെസ് ഉള്ള സമയവും ഈ 30 മുതൽ 45 വരെയുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം അവർക്ക് സ്ട്രെസ് ഉണ്ടാവുന്ന സമയം. അവരിലാണ് ആ ടൈപ്പ് ഓഫ്, അതായത് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കാലുവേദന, അതേപോലെ തന്നെ പിന്നെ നമുക്ക് വയറുവേദന, ബാക്ക് പെയിന്, ബ്രസ്റ്റിലെ വേദന, കല്ലിപ്പ്, നീർക്കെട്ട്, വയറിലെ ബ്ലോട്ടിങ്, വയറ് മലബന്ധം, ഇങ്ങനെ പല രീതിയിലാണ്. പിന്നെ അതേപോലെ മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ പീരീഡ്സിനോട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ അടുപ്പിച്ച് വരുന്നു. തലവേദന, തലകറക്കം, അങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ് പീരീഡ്സിനോട് മുന്നേ വരുന്നത്. അത് ഒരാഴ്ച 2 ആഴ്ച മുന്നേ വരുന്നവരും ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത്. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സിംറ്റംസ് ആണ്. ഒരു തരത്തിലുള്ള ഒരു അസ്വസ്ഥത മാത്രമല്ല, പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ് വരുന്നത്. അപ്പോൾ പേഷ്യൻസ് വരുമ്പോൾ ആദ്യം പറയുന്നത് അത് എല്ലാ മാസവും ഞങ്ങൾ പെയിൻ കില്ലർ എടുക്കുവാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ എത്ര പെയിൻ കില്ലർ ആണ് ഈ ഒരു കാലഘട്ടം മുതൽ നമ്മളിത് പീരീഡ്സ് അവസാനിക്കുന്നവരെ എല്ലാ മാസവും പെയിൻ കില്ലർ തന്നെയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, പെയിൻ കില്ലർ കഴിച്ചാലും നമുക്ക് ശരീരത്തിലെ വേദനകൾ, പലതരത്തിലുള്ള വേദനകൾ ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ട്, അതെല്ലാം കുറച്ച് കുറഞ്ഞു കിട്ടും. പക്ഷെ എങ്കിലും നമുക്ക് മനസ്സിൻ്റെ ബുദ്ധിമുട്ടും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് കാരണം, ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് പ്രത്യേകിച്ച് കാരണം നമ്മുടെ 14th ഡേ ആണ് ഓവുലേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 14th മുതൽ പിന്നെ അങ്ങോട്ട് മെൻസസ് ഷെഡ് ആവാനുള്ള ടൈമാണ്. ആ സമയത്ത് നമ്മുടെ പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും അങ്ങനെ ഹോർമോൺസ് ആണ്, ഇത് രണ്ടും ക്രമാതീതമായി കുറയുമ്പോഴാണ് നമുക്ക് ഇത്രയും അധികം പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ഫിസിക്കലി ഉണ്ടാവും. ഇനി മെന്റലി ആണെങ്കിലും ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതായത് ദേഷ്യം വരിക, സങ്കടം വരിക, അതേപോലെ ഓർമ്മ നിൽക്കാതിരിക്കുക, കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വെപ്രാളം, വിഷമം, ഇങ്ങനെ പലതരത്തിലുള്ള കംപ്ലയിൻസ് ആണ് മെന്റലി വരുന്നത്. അത് നമുക്ക് പെയിൻ കില്ലർ കൊണ്ട് കുറയുന്നില്ല. ഈ അസ്വസ്ഥതകളൊക്കെ ആയിട്ടാണ് എല്ലാ മാസവും കുറച്ച് ഒരു 1-2 ദിവസം, അത് കഴിഞ്ഞ് പീരീഡ്സ് ക്ലിയർ ആയിട്ട് വന്നു തുടങ്ങി കഴിഞ്ഞ് ഇത് കുറഞ്ഞു. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ആണ് ഇതെല്ലാവരും കാണിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഫിസിക്കലി നമുക്ക് ചെയ്യുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കാം, പോഷകങ്ങളുള്ള ആഹാരങ്ങൾ കഴിക്കാം, അതേപോലെ തന്നെ നമുക്ക് ചൂട് വെച്ച് വേദന കുറയ്ക്കാം. ഇതൊക്കെ പെയിൻ കില്ലർ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ പെയിൻ കില്ലർ കഴിച്ചാൽ വേദന കുറഞ്ഞു കിട്ടും, പക്ഷെ അതും അത്ര ശരീരത്തിന് ഇത്രയും ഇന്റൻസിറ്റിയിൽ വരുമ്പോൾ നമ്മൾ പെയിൻ കില്ലറിൽ നിർത്തുന്നത് അത് സ്ട്രോങ് കൂടിക്കൊണ്ട് വരത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടെൻഡൻസി ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമുക്ക് മരുന്നുകൾ കഴിക്കുകയാണ് നല്ലത്. ഹോമിയോയിൽ നമ്മൾ ആ ഒരു ടെൻഡൻസി കുറച്ച് കൊണ്ടുവരികയാണ്, അതിൻ്റെ തീവ്രത കുറച്ച് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. ഫിസിക്കലി, മെന്റലി ആണെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് കഴിക്കാം. കാരണം ബൈസ്റ്റാൻഡേഴ്സ് പറയുന്നത്, ആദ്യത്തെ ഒരു പ്രശ്നം ഇവരുടെ കൂടെയുള്ളവർക്ക് അറിയത്തില്ല ഇതിനു വേണ്ടി നമ്മൾ മരുന്ന്
കഴിക്കുമായിരുന്നു നല്ലത്. അപ്പോൾ അവർ പറയുന്നത് എല്ലാ മാസവും ഇവളൊരു ഹിസ്റ്റീരിക്കാണ് ആദ്യം പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഹിസ്റ്റീരിക്കാണ്, എല്ലാ മാസവും ഇവർ പൊട്ടിത്തെറിക്കും, 1-2 ദിവസമെങ്കിലും മാസത്തിൽ പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ അവൾക്ക് സമാധാനമില്ല. പക്ഷെ എന്താണ് ഈ പൊട്ടിത്തെറി എന്ന് ഉദ്ദേശിക്കുന്നത്? ബേസ്റ്റ് ഔട്ട് ചെയ്യാണ്. സാധാരണ ദിവസങ്ങളിൽ അവർ നല്ല പ്രൊഡക്ടിവിറ്റി കാഴ്ചവെക്കുന്നുണ്ട്, കുട്ടികളെ നോക്കുന്നു, ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസിൽ പോകുന്നു, കാര്യങ്ങൾ വീട്ടിലെല്ലാം മാനേജ് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു 2 ദിവസം അല്ലെങ്കിൽ പീരീഡ്സിനോട് ബന്ധപ്പെട്ട 2 ദിവസത്തിൽ ഇവർ പൊട്ടിത്തെറിക്കുന്നു. കാരണം അവർക്ക് ആ സമയത്ത് അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സെറോട്ടോണിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ ബ്രെയിനിൽ നിന്ന് കെമിക്കലാണ്. അപ്പോൾ ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അതിയായ കുറവുണ്ടാവുകയാണ് ഈ ഒരു പീരീഡ്സിനോട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഈ സെറോട്ടോണിൻ്റെ പ്രവർത്തനം കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഇതെല്ലാം കൂടി അങ്ങ് ഇവർ ബേസ്റ്റ് ഔട്ട് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കൂടെയുള്ളവർ, അതിപ്പം പെൺകുട്ടികളാണെങ്കിൽ അവരുടെ പാരൻസ് ആയിരിക്കാം, ഇപ്പം പിന്നെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അവരെല്ലാവരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കുക. അതൊക്കെയാണ് ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. കാരണം ഇത് ഒരു കാര്യമുള്ള കാര്യമല്ല, ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് മാറിക്കോളും എന്നുള്ള ഒരു ജസ്റ്റ് ആ ഒരു വേർഡ്സ് മതി അവരെ ബെറ്റർ ആക്കാനായിട്ട്. അത്രയും അവർക്ക് ഒരു ആശ്വാസം കിട്ടും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയത്തില്ല ഒന്നാമത്. കാരണം പേഷ്യൻസ് വരുമ്പോൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ഇതിപ്പോൾ എല്ലാ പ്രാവശ്യവും ഉള്ളത് തന്നെയാണ്, പിന്നെ ഞങ്ങളൊന്ന് കൊണ്ടുവന്നു എന്ന് മാത്രം. പക്ഷെ അങ്ങനെയല്ല, 100% ഇങ്ങനത്തെ കേസസ് നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഈ സ്ത്രീനെ നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും, കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും ഉള്ളതിൽ നിന്ന്. ഇപ്പം മൈഗ്രെയിൻ അടിക്കടിക്ക് വരുന്ന ഒരു കണ്ടീഷൻ ആ സമയത്ത് കൂടുന്നുണ്ടെങ്കിൽ 100% നമ്മൾ കാണിക്കുക തന്നെ വേണം, അല്ലേ? എന്നാൽ മാത്രമേ അത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഇതിങ്ങനെ സഹിച്ച് ഇത് നമ്മൾ അഡാപ്റ്റായി, ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. മെൻസസ് വരുമ്പോൾ ടെൻഷൻ അടിക്കുന്നു, വിഷമിക്കുന്നു, ഒരു ദിവസം ലീവ് എടുക്കുന്നു, ഇതല്ല അതിൻ്റെ. അത് കറക്റ്റായിട്ട് ന്യൂട്രലൈസ് ചെയ്ത് പോവാൻ നമ്മുടെ ഹോർമോൺസിനെ കൺട്രോളിൽ വരുത്താനും നമ്മുടെ ഈ സെറോട്ടോണിനെ കൺട്രോളിൽ വരുത്താനും നമുക്ക് പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ബെറ്റർ ആക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചെറിയ ആശ്വാസവാക്ക് കൊടുക്കാനും, അതുപോലെ തന്നെ കുഴപ്പമില്ല ഒന്ന് സഹായിക്കുക എല്ലാ കാര്യങ്ങളും. കാരണം ഇവർ സ്ലോ ആവും. പീരീഡ്സിൻ്റെ സമയത്ത് ഇവർക്ക് ആദ്യത്തെ വർക്ക് ചെയ്തിരുന്ന പോലെ നമുക്ക് സ്പീഡിൽ കാര്യങ്ങൾ എത്തണമെന്നില്ല. അപ്പോൾ അത് കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ ചുറ്റുമുള്ളവരും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കൊരു വിധത്തിൽ ഇത് തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, താങ്ക് യു.